എൻ്റെ അനുവാചകർക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ശാപം അഴിക്കാൻ കഴിയുമോ? എന്താണ് ശാപം? നമ്മളുടെയൊക്കെ ഇടയിൽ കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്ന കുറേ കാര്യങ്ങളാണിത്. മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് ശാപമഴിക്കൽ ശുശ്രൂഷ കർസ് ബ്രേക്കിംഗ് മിനിസ്ട്രി എന്ന പേരിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും അതുപോലെ ബാംഗ്ലൂരിലും അമേരിക്കയിലുമൊക്കെ പലർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. പലരും അത് സത്യമാണെന്ന് വിചാരിക്കുകയോ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് യാഥാർത്ഥ്യമാണെന്ന് കരുതുകയോ ചെയ്ത് അവരുടെ വാക്കുകളിലും മോഹവലയങ്ങളിലും പെട്ട് സത്യമാണെന്ന് ഗണിച്ചവർ ധാരാളമാണ്. അങ്ങനെ ചതിക്കുഴിയിൽ വീണവർ ഒട്ടുവളരെയുണ്ട്. ശാപവിമുക്തി ശുശ്രൂഷ എന്ന പേരിൽ നടത്തിയിരുന്ന ആ കുറേ കാര്യങ്ങൾ കുറച്ചു നാളായിട്ട് അധികം കേൾക്കാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും അതിൻ്റെ പ്രചാരകനായിരുന്ന, ഞാൻ പേര് ഈ വീഡിയോയിൽ പറയുന്നില്ല, അതിൻ്റെ പ്രചാരകനായിരുന്ന വളരെ മുതിർന്ന ഒരാൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഊതിവീഴ്ത്ത് ഉന്തിവീഴ്ത്ത് തുടങ്ങിയ ആ ഒരു സംവിധാനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതിൻ്റെ ഇവിടുത്തെ മൊത്തക്കച്ചവടക്കാരനായി മാറിയ ഒരാൾ. അദ്ദേഹം ഈ അടുത്ത സമയത്ത് ചില മാധ്യമങ്ങളിൽ കൂടി ഈ ശാപവിമുക്തിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയുന്നത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അനുവാചകം പലരും അത് കണ്ടിരിക്കാം, ഒരുപക്ഷെ കേട്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ശാപം, അതുപോലെ ശാപവിമുക്തി അങ്ങനെ ഉണ്ടാകുന്നു, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാം വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. എൻ്റെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം. നിങ്ങളെൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണിത്. കാരണം വിശുദ്ധ വേദപുസ്തകം പറയാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമസഭയുടെ ഉപദേശങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ധാരാളം പേരാണ്. അതിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പേരിലുള്ള കുറേ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സത്യ രീതിയിലുള്ള പ്രകടനങ്ങളും അതുപോലെ ഉപദേശ സംവിധാനവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാനത് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാത്ത പരുവത്തിൽ ദുരുപദേശങ്ങൾ കയറ്റിവിടുന്നവർ ധാരാളം പേരാണ്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ കണ്ടുവരുന്നു. പലരും അതിൽ ആകൃഷ്ടരാകുന്നു. കാര്യം സത്യമതാണെന്ന് വെച്ചാണ് പലരും അതിലേക്ക് എത്തുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശാപം വിമുക്തി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മനുഷ്യന് ചെയ്യാനൊക്കുമോ? ഞാനതിനെക്കുറിച്ച് പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത്? നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ, മനസ്സ് കുറിപ്പിച്ച് ഈ കാര്യങ്ങൾ വിലയിരുത്തുവാനും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മൾ ശാപത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് നാം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ് രക്ഷ എന്നുള്ളതാണ് നാം ആദ്യം അറിയേണ്ടത്. രക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ചില വേദഭാഗങ്ങൾ ഇവിടുന്ന് വായിച്ചു കേൾപ്പിക്കാം. ത്രികാല രക്ഷ എന്ന് പറയുന്നൊരു കാര്യം ഒരു വേള നിങ്ങൾ കേട്ടിരിക്കാം. അതായത് ഭൂതകാല രക്ഷ, വർത്തമാനകാല രക്ഷ, ഭാവികാല രക്ഷ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആത്മാവിൻ്റെയും ദേഹിയുടെയും അതുപോലെ ശരീരത്തിൻ്റെയും രക്ഷ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ശാപവിമുക്തി എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനൊക്കുന്ന കാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനതിലേക്ക് ആണ് പറഞ്ഞ് എത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ശരിയായിട്ട് രക്ഷപ്പെട്ടു എന്നാണ്. അത് നമ്മുടെ ട്രാൻസ്ലേഷനിൽ രക്ഷിക്കപ്പെട്ടു, സേവ്ഡ് എന്ന് പറയുമ്പോൾ നാം രക്ഷപ്പെട്ടു എന്ന് ആണ് ശരിയായിട്ടർത്ഥം. അപ്പോൾ എന്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് നാം തിരിച്ചറിയേണ്ടത്. ഇനിയും നാം ശ്രദ്ധിക്കേണ്ടത് ആത്മാവിൻ്റെ രക്ഷ അല്ലെങ്കിൽ ഭൂതകാല രക്ഷ എന്ന് പറയുമ്പോൾ രക്ഷകനായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ നമുക്ക് സാധ്യമാകുന്നതാണ് ആത്മാവിൻ്റെ രക്ഷ. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്.
മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ഏക രക്ഷകനല്ലാതെ മറ്റ് രക്ഷകന്മാരോ അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റ് ഏതെങ്കിലും മധ്യവർത്തികളോ ഇല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അല്ലാതെ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ നാമമേ ഉള്ളൂ. അത് ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനിയും അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 16-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ അവരെ അല്ലെങ്കിൽ പൗലോസിനെയും ശീലാസിനെയും പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഫിലിപ്പിയിലുള്ള പ്രിസണിൽ നിന്ന് അവരെ വെളിയിലിറക്കുമ്പോൾ, അതായത് അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. എല്ലാവരുടെയും കൈമേലെയും കാൽമേലെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. മാത്രമല്ല കഥകളെല്ലാം തുറന്നുപോയി. ആ അവസരത്തിൽ വെട്ടം ചോദിച്ച് ജയിൽ വാർഡൻ ചാടി അകത്തേക്ക് കയറിയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അവര് ചിന്തിച്ചൊരു കാര്യം, എല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടു പോയി, കാര്യം പ്രിസണേഴ്സ് അല്ലേ. അപ്പോൾ വാതിലെല്ലാം തുറന്നു പോയപ്പോൾ എല്ലാ പ്രിസണേഴ്സും അവിടുന്ന് വെളിയിൽ പോയെന്നാണ്. പക്ഷെ പൗലോസ് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇവിടെ അകത്തുണ്ട്. അപ്പോഴാണ് വളരെ വിറയലോടുകൂടി ഉന്നത ഉദ്യോഗസ്ഥനായ ജയിൽ വാർഡൻ പൗലോസിനോട് ചോദിച്ച ചോദ്യമാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മറുപടിയാണ് പൗലോസ് അവിടെ പറഞ്ഞത്. വേറെ വെച്ചുകെട്ടൊന്നും നടത്തിയില്ല. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ശരിയായിട്ടുള്ള രക്ഷ നീ പ്രാപിക്കണമെങ്കിൽ വേറെ ഒന്നും നീ ചെയ്യേണ്ട. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിനന്തരമായിട്ട് യേശുവിനെ സ്വീകരിച്ചതും അവർ സ്നാനപ്പെട്ടതുമൊക്കെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട കുറെ വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ പിതാവാം ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം പിതാവാം ദൈവം നൽകി എന്നുള്ളത് ആണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ദൈവത്തിന്റെ മകനോ മകളോ ആകുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇനി റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യം കൂടെ ശ്രദ്ധിക്കണം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇതിലെ വാക്കുകളുടെ അർത്ഥങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ 2 സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. 1, നിങ്ങൾ ഇത് വിശ്വസിക്കണം. 2, നമ്മൾ വാവച്ച് ഏറ്റുപറയണം. അപ്പോൾ ഇത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനം വിശുദ്ധ ബൈബിൾ പറയുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു സഭാസ്ഥാനീയരോ കണ്ടെത്തിയ കാര്യമല്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ വളരെ ഉച്ചൈസ്ത്രം പ്രഖ്യാപിക്കുകയാണ്, യേശുവിനെ സ്വീകരിക്കാത്ത ഒരാൾ ദൈവത്തിന്റെ മക്കളല്ല. അത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനി ആകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നില്ല. ആരാണോ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നത് അവനാണ് ദൈവത്തിന്റെ മകനാകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യം നേടുവാൻ വേണ്ടിയുള്ള പ്രോസസ്സാണ് ഈ പറയുന്നത്. നമ്മൾ വിശ്വസിക്കണം, മാത്രമല്ല നമ്മൾ വായ് കൊണ്ട് ഏറ്റുപറയണം. ഇനി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസമൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണത്. എന്ന് പറഞ്ഞാൽ ഞാനത് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. കൃപ വന്നില്ലായിരുന്നുവെങ്കിൽ, അഥവാ നിങ്ങൾ കൃത്രിമമായി വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ തന്നെ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ലായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമല്ല ഒന്നാമതായി വന്നത്, കൃപ വന്നതുകൊണ്ട് വിശ്വസിക്കുവാനുള്ള ബോധം നമ്മൾക്ക് കിട്ടി, അല്ലെങ്കിൽ സാധ്യത കിട്ടി എന്നാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടത്. ഒരു വാക്യം കൂടെ ഞാൻ അതിനോട് ബന്ധപ്പെട്ട് പറയാം. റോമാലേഖനം 8-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യമാണ്.
പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? നമ്മൾക്ക് യേശുവിനെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മാവിന്റെ രക്ഷ നേടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ഹോപ്പുണ്ട്. അത് എന്താണ്? ഇങ്ങനെ യേശുവിനെ സ്വീകരിച്ചിട്ട് ഇവിടെ അങ്ങ് ജീവിച്ചു പോകാമെന്നുള്ളതല്ല. നമ്മൾ ആത്യന്തികമായി നമ്മൾ എത്തിപ്പെടേണ്ട സ്വർഗമെന്ന് പറയുന്ന അതിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ, അതാണ് പറഞ്ഞത് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഒന്നും അല്ല ആ പ്രത്യാശ നിദാനമായിരിക്കുന്നത്, കാണപ്പെടാത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്ന സംഭവത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഭാഗം, ഞാൻ എന്തിനാണ് ഈ രക്ഷയുടെ കാര്യം പറഞ്ഞു വരിക എന്ന് നിങ്ങൾക്ക് സംശയമായിരിക്കുക. ഞാനത് അവസാന അല്ലെങ്കിൽ രണ്ടാം തലത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. രണ്ടാമത്തേതാണ് ദേഹിയുടെ രക്ഷ, അല്ലെങ്കിൽ മനസ്സിന്റെ അല്ലെങ്കിൽ സൈക്കിയുടെ, തിങ്കിങ് ഫാക്കൽറ്റിയുടെ രക്ഷ എന്ന് പറയുന്നത്. ഒന്നുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ വർത്തമാനകാല രക്ഷ എന്നതിനെ വിളിക്കാം. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പദവിന്യാസം അതിനുപയോഗിക്കാം. അപ്പോൾ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയിൽ, അല്ലെങ്കിൽ ആത്മാവിന്റെ രക്ഷ സാധ്യമായ അവസരം മുതൽ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം. ഞാനത് മനസ്സിലാകാൻ വേണ്ടി പറയാം. അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷ മാത്രമേ സാധ്യമായുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പറയുന്ന ആ തലത്തിൽ നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ഇച്ഛയുടെ ഇരിപ്പിടമായ, അല്ലെങ്കിൽ സൈക്കിയുടെ, തിങ്കിങ് ഫാക്കൽറ്റിയുടെ, ദേഹി എന്നൊക്കെ വിളിക്കുന്ന അതിന്റെ രക്ഷ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് നിങ്ങൾക്ക് ഒന്ന് തിരിച്ചറിയുവാൻ വേണ്ടി റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ. ഞാൻ അതിൻ്റെ ആംഗലേയ ഭാഗം കൊണ്ടൊന്ന് പറയാം. ദാറ്റ് ഈസ് ഇൻ മൈ സിൻഫുൾ നേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ജഡത്തിൽ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ പാപ സ്വഭാവത്തിൽ നിന്നാണ്. നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പാപ സ്വഭാവത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കുന്ന തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ. അവിടെ എത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രമുഖൻ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന ആ വാക്കിനെ അദ്ദേഹം ബൂസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ദ ലോ ഓഫ് ഗോഡ് എന്ന് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് മോശവടി ലഭിച്ച ഇതെന്ന് ഓർക്കരുത്. അതായത് പഴയ മലയാളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾഡ് മലയാളത്തിൽ ഉള്ള ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിൾ ആണ് മിക്കപേരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മലയാള പരിഭാഷയിൽ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ലോ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം, ദ ലോ ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആ പ്രമാണത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കൽപ്പനയിൽ, അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിൻ്റെ ഘടനയിൽ ഞാൻ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങൾ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ഞാൻ അത്രയും കുറച്ച് ഭാഗം ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. But I see another law at work in me, waging war against the law of my mind and making me a prisoner of the law of sin at work within me. അപ്പോൾ ഇവിടെ പറയുന്നത് മറ്റൊരു പ്രമാണം എന്നിൽ പ്രവർത്തിക്കുന്നതായി ഞാൻ കാണുന്നു. അത് എൻ്റെ മനസ്സിൻ്റെ ആ പ്രമാണത്തോട് മത്സരിച്ച് യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ മനസ്സിന്റെ പ്രമാണത്തിനെതിരായിട്ട് മത്സരിച്ച് യുദ്ധം ചെയ്യുന്നു. എന്നെ അങ്ങനെ ഈ പാപത്തിൻ്റെ നിയമത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രിസണറായിട്ട്, അല്ലെങ്കിൽ തടവുകാരനായിട്ട് എന്നെ മാറ്റുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം,
യേശുവിനെ സ്വീകരിച്ചു, രക്ഷ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടൊരു സംവിധാനത്തിൽ എത്തിയില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. മൂന്നാമത്തേത് ആണ് ദേഹത്തിൻ്റെ അഥവാ ബോഡിയുടെ അല്ലെങ്കിൽ സോമയുടെ രക്ഷ എന്ന് പറയുന്നത്. ഇതിന് ഭാവികാല രക്ഷ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടും എന്ന് നമുക്ക് പറയാം. ത്രികാല രക്ഷയെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് ബോധ്യമാണ്. അപ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആത്മാവിൻ്റെ രക്ഷ സ്വായത്തമാക്കി ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൻ്റെ രക്ഷ അഥവാ വീണ്ടെടുപ്പാണ് നമ്മൾ ഈ പറയുന്ന ഭാവികാല രക്ഷ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. റോമ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെയും സാധ്യമായിട്ടില്ല. ഇനിയും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 52 മുതൽ 54 വരെയുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കുക. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്തികാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമഴിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഇവിടെ ശരീരം ഉയർക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. പലരും ഇത് ധരിച്ചു വച്ചിരിക്കുന്നത്, എന്നോട് തന്നെ ധാരാളം പേര് ചോദിച്ചിട്ടുണ്ട്, ആത്മാവ് ഉയർക്കുന്നതിനെ കുറിച്ചാണ് എന്നാണ് പലരും കരുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആത്മാവല്ലല്ലോ മരിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരീരത്തിന് ഉണ്ടാകുന്ന ട്രാൻസ്ഫിഗറേഷനാണ്, അല്ലെങ്കിൽ രൂപാന്തരീകരണം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് ശരീരത്തിനാണ് ഉണ്ടാകുന്നത്. മർത്യമായത് എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ചല്ല, ഈ ശരീരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ബോഡി, സോമ എന്ന് ലാറ്റിനിൽ പറയുന്ന അതാണ്. അപ്പോൾ ഈ പറയുന്ന ശരീരത്തിന് ഉണ്ടാകുന്ന ഉയർപ്പിനെ കുറിച്ചാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുണ്ട്. ഞാൻ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചും അല്ലെങ്കിൽ ഭൂതകാല രക്ഷയെക്കുറിച്ചും ദേഹിയുടെ അല്ലെങ്കിൽ സൈക്കിയുടെ രക്ഷയെക്കുറിച്ചും അല്ലെങ്കിൽ വർത്തമാനകാല രക്ഷയെക്കുറിച്ചും ശരീരത്തിൻ്റെ രക്ഷ അല്ലെങ്കിൽ ഭാവികാല രക്ഷയെക്കുറിച്ചും ഞാനിവിടെ പറഞ്ഞു. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യനുള്ള 3 ഘടകങ്ങൾ, അതാണ് ആത്മാവ്, ദേഹി അല്ലെങ്കിൽ സൈക്കി, ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സംവിധാനങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ഒരു മനുഷ്യനുണ്ടാകുന്നത്. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ശരീരത്തിന് രൂപാന്തരീകരണം ഉണ്ടാകും എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുവന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ അല്ലെങ്കിൽ യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. എന്ന് പറഞ്ഞാൽ, മരിച്ച യേശു അല്ലെങ്കിൽ യേശു ക്രൂശിൽ വെച്ച് മരിച്ചു, അദ്ദേഹത്തിൻ്റെ ശരീരം രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മൾക്കും ഉണ്ടാകുമെന്നാണ്. അതിൻ്റെ ഒത്തിരി വിശദാംശങ്ങൾ പറയുവാൻ വേണ്ടിയുണ്ട്. നമ്മുടെ ഈ ചർച്ചയ്ക്ക് അത് വിഷയീഭവിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന ഈ 3 അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഈ 3 ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു രക്ഷയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. ശാപം എന്ന് പറയുന്ന വസ്തുത എന്താണ്, എവിടെയൊക്കെയാണ് ശാപം നിലകൊള്ളുന്നത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ടത്, ഈ ശാപം എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ ശരീരത്തിന്റെ ശാപം മാറിയോ? ഞാൻ ആ ഭാഗത്തേക്കാണ് എത്തുന്നത്. നമ്മുടെ മനസ്സിന്റെ ശാപം മാറിയോ? നമ്മുടെ ആത്മാവിന്റെ ശാപം മാറിയോ? ഇത് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ ഇവിടെ തുടങ്ങുന്ന ഭാഗമാണ്. ഞാൻ അതിന് മുൻപ് ശാപം എന്ന് പറയുന്ന അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കും അല്ലെങ്കിൽ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ ആദ്യം ഒന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് വളരെ പ്രധാനമായിട്ട് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഖഠാര എന്ന് പറഞ്ഞൊരു പദമാണ്. ഈ നാമപദം
ശാപത്തെ തന്നെ കാണിക്കുന്നതാണ്. അതിന് ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ട്. ദൂഷണവാക്ക്, ശാപം എന്നർത്ഥമുണ്ട്. അതുപോലെ നിരോധനമെന്ന അർത്ഥമുണ്ട്. ഔദ്യോഗിക വിലക്ക് എന്നർത്ഥമുണ്ട്. മുടക്ക് എന്നർത്ഥമുണ്ട്. പ്രാക്ക്, ശാപവചനം എന്നർത്ഥമുണ്ട്. അതുപോലെ നിന്ദിക്കുക, വെറുക്കുക, ശപിക്കുക എന്നർത്ഥമുണ്ട്. ശപിക്കപ്പെട്ട അല്ലെങ്കിൽ ശാപയോഗ്യമായ, ശാപഗ്രസ്തമായ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ഈ പറയുന്ന പദത്തിനുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പദമാണ് കട്ടാരയോ മായി എന്ന് പറയുന്നൊരു പദം. ഈ ക്രിയാപദത്തിന് ശാപം എന്നോ ഒരു ശാപം പറയുക എന്നോണ് അർത്ഥം. മൂന്നാമത്തെ വാക്ക് അനാഥമ എന്ന് പറഞ്ഞൊരു പദമാണ്. ഈ വാക്ക് പുതിയ നിയമത്തിൽ ശാപം അല്ലെങ്കിൽ കഴ്സ് എന്ന് പലപ്പോഴും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രത്യേകമായി ഇത് നശീകരണത്തിനോ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുന്നതിനോ ആണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഈ പദം ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പദം എന്ന് പറയുന്നത് എപ്പികട്ടാരറ്റാസ് എന്ന് പറയുന്ന പദമാണ്. ഈ നാമവിശേഷണത്തിന്റെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതെന്നാണ്. മറ്റൊരു പദം കൂടെ പറയാം, ബ്രിസോ എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദം കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്രിയാപദത്തിനും ശപിക്കുക എന്ന ആണ് അർത്ഥം പറയാമെങ്കിലും നിന്ദാവചനം പ്രയോഗിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനുമാണ് സാധാരണയായിട്ട് ഈ ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നത്. ഞാൻ ഗ്രീക്ക് പദം പറഞ്ഞതുകൊണ്ട് ബൈബിളിലെ മൂലഭാഷകൾ മറ്റ് പ്രധാനപ്പെട്ട പഴയ നിയമം ഇതിലെ നല്ല ഭാഗം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. ഞാൻ എബ്രായ ഭാഷയിൽ ശാപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു 3 പദം കൂടെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ പ്രധാന ചർച്ചയിലേക്ക് എത്താം. ഖെലാല എന്ന് പറയുന്ന ഒരു പദം ആണ് പ്രധാനമായിട്ട് ഹീബ്രുവിൽ അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ ശാപത്തിന് ഉപയോഗിക്കുന്നത്. ഈ നാമശബ്ദത്തിന് ശാപമെന്നും ശപിക്കപ്പെടുന്നതിനുള്ള തലമെന്നുമൊക്കെയാണ് അർത്ഥം. രണ്ടാമത്തെ വാക്ക് അരൂർ എന്നാണ്. ഇത് നിഷ്ക്രിയമായ ഒരംശം അല്ലെങ്കിൽ പാസീവ് പാർട്ടിസിക്കിളാണ്. ഒരു ശാപത്തിന് കീഴ് എന്നാണ് ഇതിന്റെ അർത്ഥം. മൂന്നാമത്തെ പദം ലുക്കനേൽ എന്നാണ്. ഇതൊരു ക്രിയാരൂപമാണ്, ശാപത്തിലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഗ്രീക്കിലും ഹീബ്രുവിലും ഒക്കെ ഈ പദങ്ങൾ പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞു കേൾപ്പിച്ചതല്ല. അപ്പോൾ ശാപം എന്ന് പറയുന്ന ഒരു വാക്ക് പലപ്പോഴും നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ശാപമെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല. അല്ലെങ്കിൽ വാട്ട് ഈസ് കേഴ്സ്? പാപത്തിന്റെ അനന്തരഫലമാണ് ശാപം, അല്ലെങ്കിൽ കഴ്സ് ഈസ് ദ ആഫ്റ്റർ എഫക്ട് ഓഫ് സിൻ. ഒന്നുകൂടി പറയാം, പാപത്തിന്റെ അനന്തരഫലമാണ്. ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ ഓഫ്ഷൂട്ട് ഓഫ് സിൻ. പാപത്തിൽ നിന്ന് എത്തുന്ന അല്ലെങ്കിൽ അതിന് അനന്തരമായി ഉണ്ടാകുന്ന കാര്യമാണ് ഈ പറയുന്ന ശാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശാപത്തെക്കുറിച്ച് നമ്മൾ മനുഷ്യനുണ്ടാകുന്ന ശാപത്തെക്കുറിച്ചല്ലേ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം കൂടെ ശ്രദ്ധിക്കണം. ആദി മനുഷ്യരായ ആദം ഹവ്വ ദമ്പതിമാർ സാത്താൻ ഉൾപ്രവേശം നടത്തിയ പാമ്പിന്റെ വശീകരണത്തിൽ, ഒന്നുകൂടി ഞാനത് പറയുന്നു, സാത്താൻ ഉൾപ്രവേശം നടത്തിയ പാമ്പിന്റെ വശീകരണത്തിൽ പലപ്പോഴും പലരും ഈ പാമ്പ് സാത്താനാണ് ധരിക്കുന്നുണ്ട്. പക്ഷെ പാമ്പ് സാത്താനാണെന്ന് ബൈബിൾ പറയുന്നില്ല. സാത്താൻ ഈ പാമ്പിൽ ഉൾപ്രവേശം നടത്തിയാണ് വന്ന് ആദം ഹവ്വ ദമ്പതിമാരെ ചതിക്കുന്നത്, പ്രത്യേകിച്ച് ഹവ്വയെ ചതിക്കുന്നു. അങ്ങനെ ആ വശീകരണത്തിൽ പാപികളായി. അതിൻ്റെ അനന്തരഫലമായ ശാപം ഭൂമിയിലും ജന്തുവർഗത്തിലും മനുഷ്യനിലും ബാധിച്ചു വന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഞാനത് ഓരോന്നാട്ടി പറയാം. ഒന്നാമത് പാമ്പിനുണ്ടായ ശാപമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ അല്ലെങ്കിൽ പാമ്പ് ശപിക്കപ്പെട്ടിരിക്കുന്നു. 2, നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെ പൊടി തിന്നും. 2-ാമത്തെ കാര്യമാണ് ഈ പറയുന്നത്. 3-ാമത്തേത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. 4-ാമത്തേത്, അവൻ അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ പാമ്പിന് കൊടുത്ത ശാപവചനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയും സ്ത്രീക്ക് ഉണ്ടായ ശാപമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. കഷ്ടവും 1
കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. 2, വേദനയോടെ മക്കളെ പ്രസവിക്കും. 3, ഭർത്താവ് നിന്നെ ഭരിക്കും. ഇനി പുരുഷനുണ്ടായ ശാപം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. 1, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. 2, മുള്ളും പറക്കാരിയും ഭൂമിയിൽ നിന്ന് നിനക്ക് മുളയ്ക്കും. 3, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. 4, നിന്റെ മരണം വരെ മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. 5, നിന്നെ എടുത്ത നിലത്ത് അല്ലെങ്കിൽ പൊടിയാകും നീ പൊടിയിൽ തിരികെ ചേരും. അത് പുരുഷനെ കുറിച്ചും സ്ത്രീയെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, പാപം ചെയ്ത ആദി മാതാപിതാക്കൾ അല്ലെങ്കിൽ ആദം ഹവ്വ ദമ്പതിമാരോട് അത് പറയുമ്പോൾ മനുഷ്യകുലത്തിലേക്ക് പാപമെത്തി. ആ പാപത്തിന്റെ ചംക്രമണങ്ങൾ മനുഷ്യകുലത്തിലേക്ക് പിന്നീട് ഉണ്ടാകും നമ്മൾക്ക് കാണാം. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ പാപം ഇങ്ങനെ സംക്രമിച്ച് ഓരോ തലമുറകളെ ബാധിച്ചു വരികയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. അപ്പോൾ ആദം ഹവ്വ ദമ്പതിമാർ എന്ന് പറയുന്ന അവരിൽ അത് അങ്ങ് അവസാനിച്ചു എന്ന് കരുതരുത്. അവർക്കുണ്ടായ ആദ്യ സന്തതിയാണ് കയ്യീൻ. കയ്യീനാണ് മനുഷ്യകുലത്തിലെ ആദ്യത്തെ കുലപാതകൻ. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ ശാപം എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ പാപം, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായ ശാപം, ഇത് മനുഷ്യനിൽ കൂടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പലരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ ന്യായപ്രമാണത്തിന്റെ ശാപം മാത്രം. ഈ അടുത്ത സമയത്തും ചിലത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പേര് ആരുടെയും ഇവിടെ പറയുന്നില്ല. ന്യായപ്രമാണത്തിന്റെ ശാപം മാത്രമേ യേശു മാറ്റിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് എന്താണ് ന്യായപ്രമാണത്തിന്റെ ശാപം എന്ന് അവർ കണ്ടുപിടിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗലാത്യലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ്. മരത്തിൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. അതായത് ആവർത്തന പുസ്തകം നിങ്ങൾ വായിച്ചാൽ ഇത് കാണാം. മരത്തിൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് മാത്രമേ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളൂ എന്ന് വളരെ ഖണ്ഡിതമായി ഈ കഴിഞ്ഞ ദിവസവും വളരെ പ്രമുഖനായി ഈ ശാപത്തിന്റെ അല്ലെങ്കിൽ ശാപം അഴിക്കലിന്റെ വക്താവായിരിക്കുന്ന ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ പലരും അത് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടു കാണാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ പറയുന്നത്? മോശയുടെ അല്ലെങ്കിൽ മോശ വഴി ലഭിച്ച ന്യായപ്രമാണം അല്ലെങ്കിൽ ദ ലോ പരിപൂർണമായി അനുസരിക്കുന്നതിൽ പരാജയപ്പെടുന്നതിനുള്ള പെനാലിറ്റി അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ ശിക്ഷയാണ് ന്യായപ്രമാണത്തിന്റെ ശാപം. ഒന്നുകൂടി പറയാം, മോശയുടെ അല്ലെങ്കിൽ മോശ വഴി ലഭിച്ച ന്യായപ്രമാണം അല്ലെങ്കിൽ ദ ലോ എന്ന് വിളിക്കുന്ന അത് പരിപൂർണമായി അനുസരിക്കുന്നതിൽ പരാജയപ്പെടുന്നതിനുള്ള പെനാലിറ്റി അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ ശിക്ഷ ആണ് ന്യായപ്രമാണത്തിന്റെ ശാപം എന്ന് പറയുന്നത്. അത് ആത്മീക മരണവും ദൈവത്തിൽ നിന്നുള്ള വേർപാടും ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് മാത്രമേ വിടുതൽ പ്രാപിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും പാപം വഴി മനുഷ്യരിൽ ഉണ്ടായ ശാപത്തിന് ശിക്ഷ അല്ലെങ്കിൽ പിഴ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്താൽ വഹിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ റോമാലേഖനം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഏകന്റെ മരണത്താൽ നമ്മൾ രക്ഷപ്പെട്ടു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നൊക്കെ പറയുന്ന അത് സാധ്യമാക്കുവാൻ വേണ്ടി അതിൻ്റെ ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സംവിധാനം തൻ്റെ ശരീരത്തിൽ വഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം, അങ്ങനെ പാപം വഹിച്ചെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അതിൽ കൂടി ശാപം കൂടെ മാറ്റിക്കൂടാ? കാര്യം പാപത്തിന്റെ അനന്തരഫലമാണ് ശാപം. പലരും കണ്ടെത്തിയിരിക്കുന്നത് പാപം വേറെ ശാപം വേറെ വഴിക്കൂടെ വരുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ നോർമലായിട്ട് ആൾക്കാർ പറഞ്ഞു പോകുന്ന ശാപം എന്ന് പറയുന്ന ഒരു വസ്തുതയെക്കുറിച്ചല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത്. പാപത്തിന്റെ അനന്തരഫലമായ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റായ അതാണ് ഈ പറയുന്ന ശാപം. അപ്പോൾ പാപം തന്റെ ശരീരത്തിൽ വഹിച്ചു, മാത്രമല്ല പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പിതാവ് പാപമാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
യേശു പാപമൊഴികെ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. ആ വ്യക്തിയാണെന്ന് ഓർക്കണം. അല്ലെങ്കിൽ പരിശുദ്ധനെയാണ്, പാപം അറിയാത്തവനെയാണ്, പാപത്തിന് പരീക്ഷിക്കാൻ കഴിയാത്തവനെയാണ് നമ്മുടെ വിമോചനത്തിന് വേണ്ടി പിതാവാം ദൈവം പാപമാക്കി അല്ലെങ്കിൽ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പാപത്തെയും ശാപത്തെയും ഒക്കെ വഹിച്ചുകൊണ്ടാണ് യേശു കാൽവറിയിൽ മരിക്കുന്നത്. അതും കൂടെ ഈ ശാപം അഴിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ യേശു തന്റെ കുരിശുമരണത്താൽ ഈ പാപം വഴി മനുഷ്യനിലുണ്ടായ ശാപത്തിന്റെ ശിക്ഷ അല്ലെങ്കിൽ പിഴ യേശു വഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെ യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി സാധ്യമാകുന്ന വിടുതൽ വിശ്വസിച്ച് അംഗീകരിക്കുന്നവർക്ക് വിമോചനമുണ്ട്. യേശു കുരിശിൽ മരിച്ചെന്ന് അറിയാവുന്നവർക്കെന്നല്ല, അത് എൻ്റെ വിടുതലിനാണ് എന്നുള്ളത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ വിമോചനമുള്ളൂ. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി സാധിക്കാത്ത ശാപമോക്ഷം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുക? നമ്മുടെ ഈ ശാപമുക്തി ശുശ്രൂഷകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കഷ് ബ്രേക്കിംഗ് മിനിസ്ട്രി എന്നും പറഞ്ഞ് നടത്തുന്ന അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യേശു സർവശക്തനാണ്, യേശു രക്ഷകനാണ്, യേശു സൃഷ്ടാവാണ്, യേശു നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചവനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ആ യേശുവിന് കഴിയാത്ത, ദൈവമായ യേശുവിന് കഴിയാത്ത ശാപവിമുക്തി എങ്ങനെയാണ് നമ്മുടെ ഈ മനുഷ്യരായ ശുശ്രൂഷകർക്ക് ചെയ്യാൻ കഴിയുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കൊണ്ടൊരു കാര്യം. യേശുവിന് കഴിയാത്ത നമുക്ക് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഈ ശുശ്രൂഷകർ എന്ന് പറയുന്നവർ യേശുവിനെക്കാട്ടും വലിയവരാണോ? അവരെന്താ പരിശുദ്ധന്മാരാണോ? അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യകുലത്തിൽ പിറന്ന ഒരൊറ്റയാളും പാപി അല്ലാതെ ജനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഈ പാപി ആയിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, പാപതി വിമോചനം പ്രാപിച്ചു വരുന്ന അല്ലെങ്കിൽ ആത്മരക്ഷ പ്രാപിച്ചു എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് 100% അതിന്റെ ആഫ്റ്റർ എഫക്റ്റായ ശാപത്തെ മാറ്റുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി യേശുവിന്റെ കുരിശുമരണം വഴി സാധ്യമായ ഒത്തിരി വസ്തുതകളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനൊന്ന് പറയാം. ഒന്ന്, പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റു എന്നുള്ളതാണ്. പാപത്തിന്റെ ശിക്ഷ നമ്മളാരുമേക്കാൻ നമ്മൾക്ക് കഴിയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, 5 കോടതികളിൽ ആണ് യേശുവിനെ വിധിച്ചത്. ഒന്ന് കയ്യാഫാവിന്റെ അരമനയാണ്, രണ്ടാമത്തെ ഹന്നാവിന്റെ അരമനയാണ്, മൂന്നാമത് പീലാത്തോസിന്റെ കൊട്ടാരമാണ്, അതുപോലെ 4ാമത് ഹെരോദാവിന്റെ കൊട്ടാരമാണ്, 5ാമത്തേത് യഹൂദന്മാരുടെ സുപ്രീം കൗൺസിലായ സൻഹദ്രി സംഘത്തിലാണ്. അപ്പോൾ ഈ 5 കോടതികൾ യേശുവിനെ വിധിച്ചിട്ടും കാര്യമാത്രം പ്രസക്തമായി തെളിയിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുള്ള യേശുവിനെ കുറിച്ചുള്ള ഒരു കുറ്റവും അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ യേശുവിൽ കുറ്റം ആരോപിച്ചു എന്നുള്ളതല്ലാതെ യേശുവിനെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അങ്ങനെ കുറ്റക്കാരനല്ലാത്ത ഒരാളെയാണ് അവരുടെ നീതിനായ കോടതിയിൽ അവർക്ക് ശിക്ഷിക്കുവാൻ അനുവാദമില്ല, അങ്ങനെ ഒരാളെ ശിക്ഷിക്കുവാൻ. പക്ഷേ പാപം അറിയാത്തവനെ അവർ പാപി എന്ന് ചിത്രീകരിച്ച്, തെറ്റുകാരൻ ചിത്രീകരിച്ച് അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി യേശുവിനെ ക്രൂശിക്കുമ്പോൾ അവിടെ പാപത്തിന് ശിക്ഷ യേശു ഏറ്റുവാങ്ങി എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. രണ്ടാമതായിട്ട്, അകന്നു നിന്ന മനുഷ്യവർഗത്തെയും പിതാവാം ദൈവത്തെയും തന്റെ കുരിശുമരണം വഴി യേശു നിരപ്പിച്ചുവെന്ന് പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ കുറിക്കുന്നുണ്ട്. അപ്പോൾ റെക്കൺസൈൽ ചെയ്തു, ഒരിക്കലും അടുക്കുവാൻ സാധ്യതയില്ലാതെ അകന്നു നിന്ന് വളരെ 2 ധ്രുവങ്ങളിൽ നിന്ന് മനുഷ്യനെയും അതുപോലെ പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ തന്റെ കുരിശുമരണം വഴി യേശു നിരപ്പിച്ചു. മൂന്നാമത്തേത് അറ്റോണിമെന്റ് നടത്തി, അല്ലെങ്കിൽ പാപശാന്തി ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ പാപശാന്തി ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും യേശു മുൻകൂട്ടി അത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റയടിക്കെല്ലാം ലഭിക്കുമെന്ന് ആരും വിചാരിക്കരുത്. ഇനിയും 4ാമതായിട്ട്, ആത്യന്തിക മരണത്തിൽ അല്ലെങ്കിൽ എറ്റേണൽ ഡെത്തിൽ നിന്ന് അല്ലെങ്കിൽ നരക വീഴ്ചയിൽ നിന്നുള്ള വിമോചനം യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി സാധ്യമാക്കി. യേശു ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് ഇതെല്ലാം ഒരാൾക്ക് ലഭിച്ചു എന്നല്ലർത്ഥം. അത് ഘട്ടം ഘട്ടമായി പ്രാപിക്കേണ്ട സംവിധാനമാണ്. ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ ഒരു കാര്യം പറയാം. ഒരു വല്യപ്പൻ തൻ്റെ കൊച്ചുമകന് വേണ്ടി ബാങ്കിൽ കുറെ പണം നിക്ഷേപിച്ചു. പക്ഷേ അവൻ മൈനറാണെന്ന്, അവന് മേജർ ആകുമ്പോൾ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, വല്യപ്പൻ അവന് വേണ്ടി ഇട്ടിരിക്കുന്ന ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആ തുക ബാങ്കിൽ അവന്റെ പേരിൽ കിടപ്പുണ്ട്. അവൻ മൈനർ ആയിരിക്കുന്നിടത്തോളം കാലം അവനത് ഉപയോഗിക്കാനൊക്കില്ല. അവൻ മേജർ ആയി കഴിയുമ്പോൾ
അവന് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവന് ഓപ്പറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെയാണ് യേശു മുൻകൂട്ടി നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾക്കത് പ്രാപിക്കണമെങ്കിൽ അതിന് ഘട്ടങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ പദ്ധതികൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മാത്രമേ അത് സാധ്യമാകും. അപ്പോൾ യേശു കൽവറി കുരിശിൽ മരിച്ചു, നമുക്ക് വേണ്ടി ശാപത്തെ മാറ്റി, പാപത്തെ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാം തീർന്നു, ഇനിയിപ്പം പാപവുമില്ല, ശാപവുമില്ല, നമുക്ക് ചിരിച്ചു രസിച്ച് അതിലേ പോകാം എന്നൊരു ധാരണയാണെങ്കിൽ അത് വലിയ അബദ്ധത്തിലേക്കാണ് പോകുന്നത്, മൗഢ്യമായ വിചാരമാണ് എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ഇനിയും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. അപ്പോൾ ശാപം അഴിക്കാമോ? ക്യാൻ വി ബ്രേക്ക് കേഴ്സ്? നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി ശാപം അഴിയുന്നില്ലെങ്കിൽ പിന്നെ 3 ദിവസത്തെ നമ്മുടെ ഈ ശാപം അഴിക്കൽ ശുശ്രൂഷക്കാരുടെ യോഗത്തിൽ കൂടുമ്പോൾ എങ്ങനെ അഴിയും? ഞാൻ കുറെ വർഷങ്ങൾക്ക് മുൻപ്, ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മധ്യതിരുവിതാംകൂറിൽ തന്നെ ശാപമൊക്കെ അഴിക്കുന്ന ഒരു വിഭാഗത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്ത് ശാപമാണ് ഈ അഴിക്കുന്നത്? ഉടനെ എന്നോട് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ ഇവിടെ ഒരാള് ഈ യോഗത്തിൽ വരുമ്പം അവരുടെ കയ്യിലിട്ടിരിക്കുന്ന മോതിരത്തിൽ ആ റിങ്ങിൽ ഒന്നുകിൽ ചുവന്ന കളറുള്ള ഏതെങ്കിലും ഒരു കല്ല്, അല്ലെങ്കിൽ പച്ച കളർ, നീല കളർ ഒക്കെയുള്ള കല്ല്, അത് അവരുടെ ജീവിതത്തിൽ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ, അവരുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളത് ചുവന്ന മാറ്റിയിട്ട് നീല വെക്കാൻ വേണ്ടി പറയുന്നൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ശാപവിമുക്തി ശുശ്രൂഷ നടത്തേണ്ട കാര്യമില്ല. കാര്യം ജെമോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്രിമവും അതുപോലെ പ്രകൃതി ദത്തവുമായ രത്നങ്ങളെ കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിയവർ. അങ്ങനെയുള്ളവരെ ഇവിടെ ജ്വല്ലറിക്കാർ പണം കൊടുത്തി, ശമ്പളം കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി ഇവിടെ ശാപമുക്തി ശുശ്രൂഷ നടത്തണമോ? അപ്പോൾ ഈ പറയുന്ന കല്ലുകൾ മാറ്റുന്ന, ചുമന്ന കല്ല് മാറ്റി പച്ച കളർ പിടിപ്പിക്കുമ്പോഴാണോ ഈ ശാപം മാറുന്നത്? അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. എനിക്ക് ഈ ആൾക്കാരുടെയൊക്കെ പേര് പറയാൻ അറിയാം, ഞാൻ വിസ്തര ഭയത്താൽ ആരുടെയും പേര് ഇവിടെ പറയുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശാപം എന്ന് പറയുന്നത് അഴിക്കാനൊക്കുമോ എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ രക്ഷയെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്. ആത്മാവിന്റെ രക്ഷയെ നടന്നിട്ടുള്ളൂ, അതുകൊണ്ട് ആത്മാവിന്റെ ശാപമേ മാറിയിട്ടുള്ളൂ. അതും നിങ്ങൾ മനസ്സിലാക്കണം. ആത്മാവിന്റെ രക്ഷ നടന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എൻ്റെ വിടുതലിന് വേണ്ടി, എൻ്റെ പാപത്തിനും ശാപത്തിനും വേണ്ടി അതിൽ വിമോചിപ്പിക്കുവാൻ മരിച്ചു. യേശുവിന്റെ കുരിശുമരണത്തിൽ കൂടി എനിക്ക് രക്ഷയുണ്ട് എന്ന് സമ്മതിക്കുകയും വിധേയപ്പെടുകയും ചെയ്ത് അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരുത്തിന് മാത്രം ലഭിക്കുകയുള്ളൂ. അല്ലാതെ യേശു അങ്ങനെ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ലോകത്തിൽ എല്ലാവർക്കും ലഭിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒരു കടയിൽ വില കുറച്ച് സാധനം കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടി. പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് അവരെന്തൊക്കെയാണോ കൊണ്ടു കൊടുക്കാൻ പറയുന്ന ആ ഡോക്യുമെന്റ്സ് അത് കൊണ്ടു കൊടുക്കാതെയോ അല്ലെങ്കിൽ അവിടെ ചെല്ലാതെയോ നിങ്ങൾക്കത് ലഭിക്കുകയില്ല. അപ്പോൾ കടക്കാര് സാധനം വില കുറച്ച് കൊടുക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ അവിടെ ചെന്നില്ല, അതാണ്. 2, അവരെന്തെങ്കിലും ഡോക്യുമെന്റ്സ് കൊടുക്കണമെങ്കിൽ ആ ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ഇതൊക്കെ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വാസവിധേയമായി അംഗീകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ലഭിക്കും? അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ആത്മാവിന്റെ രക്ഷ മാത്രമേ യേശുവിനെ സ്വീകരിച്ച ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ രക്ഷയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആത്മാവിന്റെ ശാപമേ മാറിയിട്ടുള്ളൂ. 2, ദേഹിയുടെ രക്ഷ അല്ലെങ്കിൽ മനസ്സിന്റെ ഇച്ഛയുടെ ഇരിപ്പിടത്തിന്റെ രക്ഷ അത് കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു, അന്ന് മുതൽ ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ യേശുവിന്റെ കാഹളം ധനിക്കുക. ഇതിൽ 2ൽ ഏതാണോ ആദ്യം നടക്കുന്നത്, അന്നുവരെ ദീർഘമായി പോകുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ രക്ഷ എന്ന് പറയുന്നത് അത് പൂർത്തീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന മനസ്സിന്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ സൈക്കിയുടെ രക്ഷ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ സൈക്കിയുടെ അല്ലെങ്കിൽ ദേഹിയുടെ അല്ലെങ്കിൽ മനസ്സിന്റെ രക്ഷ സാധ്യമായ ഒരാൾക്ക് ആ മനസ്സിന്റെ ശാപം മാറുന്നു. ഇനി 3ാമത്തെ കാര്യം, നമ്മുടെ ശരീരം അപ്പോഴും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാനതിനെക്കുറിച്ച് വാക്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് ഞാൻ ഈ പിന്നീട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്.
അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് യേശുവിന്റെ കാഹളം ധ്വനിക്കുമ്പോഴാണ്. അവിടെയാണ് പൗലോസ് മരിച്ചവർ അക്ഷരായി ഉയർക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വളരെ കാര്യമായിട്ട് പൗലോസ് എന്ന് പറയുന്നുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം, മരിച്ചവരെല്ലാവരും എന്നല്ല പറയുന്നത്. ദേഹത്തിന്റെ രക്ഷ സംഭവിക്കുന്നത് യേശുവിന്റെ കാഹളത്തിലാണ്. അപ്പോൾ അവിടെയാണ് റോമാലേഖനം പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന പുത്രത്വം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റോമാലേഖനത്തിൽ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ മാത്രമേ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ശരീരത്തിന്റെ രക്ഷ നടക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ശരീരത്തിന്റെ ശാപവും മാറുകയുള്ളൂ. ഇനിയും അല്ലാതെ ശാപം മാറുന്ന ശുശ്രൂഷ നടത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന് ശാപം കൊടുത്തപ്പോൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ. ഒന്ന്, സ്ത്രീയോട് പറഞ്ഞത് നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അപ്പോൾ ഈ ശാപവിമുക്തി ശുശ്രൂഷക്കാര് വേദനയില്ലാതെ മക്കളെ പ്രസവിപ്പിക്കണം. 2, ഒരു അധ്വാനവും കൂടാതെ പുരുഷനോട് പറഞ്ഞ് അധ്വാനിക്കുന്ന കാര്യമാണ്. ഒരു അധ്വാനവും കൂടാതെ, ഒരു വിയർപ്പും കൂടാതെ, ഒരു കഷ്ടതയും കൂടാതെ അവന് ജീവസന്ധാരണം നടക്കണം. ആ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഇനി 2, മനുഷ്യന്റെ ഈ പാപവകയിൽ ഉണ്ടായ സംവിധാനം, അതാണല്ലോ പറഞ്ഞത്, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നീ പൊടിയിലേക്ക് തിരികെ ചേരും, അപ്പോൾ മരണവും ഇല്ലാതാകണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ മാത്രമേ ഈ ശാപമുക്തി ശുശ്രൂഷക്കാരുടെ ശാപമുക്തി ശുശ്രൂഷ അല്ലെങ്കിൽ കഷ് ബ്രേക്കിംഗ് മിനിസ്ട്രി എന്നൊക്കെ അവർ പേരിട്ടിരിക്കുന്ന അത് വിജയിക്കൂ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ കുറച്ചുപേരെ കൂട്ടി തന്ത്രങ്ങൾ കാണിച്ച് അവരുടെ ഈ ഏല വിളിക്കുവാനും ഏറാൻ മൂളികളായിട്ടും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അർത്ഥമോ അല്ലെങ്കിൽ അതിന്റെ ഉപദേശ സത്യങ്ങളോ മനസ്സിലാകാതിരിക്കുന്നവരെ പിഴിഞ്ഞ് കാശുണ്ടാക്കാവുന്നല്ലാതെ ഇതുകൊണ്ട് വലിയ പ്രയോജനങ്ങളും സാധ്യമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ശാപമുക്തി ശുശ്രൂഷ എന്ന് പറയുന്ന ഈ ഒരു ശുശ്രൂഷയും കൊണ്ട് ഒരാളുടെ ശാപം മാറ്റാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് അത് ഭൂമിയിൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്, ഇനി ശാപം ഉണ്ടാവുകയില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് നിത്യതയെക്കുറിച്ചല്ല. അത് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങൾ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചു നോക്കണം. അത് നിത്യതയെക്കുറിച്ച് പറയുന്നതല്ല, സ്വർഗത്തെക്കുറിച്ചും പറയുന്നതല്ല. അത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്, പൊതുവാന ഭൂമിയിലുള്ള 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ്. ഇനിയും അത് നിത്യതയെക്കുറിച്ചാണ്, സ്വർഗവാസത്തെക്കുറിച്ചാണെന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, എൻ്റെ കേൾവിക്കാരിൽ ആരെങ്കിലും വാദിക്കുന്നതെങ്കിൽ, അപ്പോൾ ഒരു ചോദ്യമുണ്ട്. 21-ാം അധ്യായം ഓർമ്മ ശരിയെങ്കിൽ 23-ാമത്തെ വാക്യത്തിൽ ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, അപ്പോൾ നിത്യതയിൽ ജാതിയുണ്ടോ? ഇനിയും 22-ാം അധ്യായം 2-ാമത്തെ വാക്യം, ജീവജല നദിയുടെ ഇരുകരയിൽ നിൽക്കുന്ന ജീവവൃക്ഷങ്ങളുടെ ഇല ജാതികൾക്ക് രോഗശമനം നൽകുമെന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്നത് നിത്യതയാണ്, നിത്യതയിൽ ജാതിയുണ്ടോ? ഇനിയും അത് ജാതികൾ എന്ന് പറയുന്നത് അത് വിശുദ്ധന്മാരെ കുറിച്ച്, യേശുവിന്റെ സഭയെക്കുറിച്ചാണെന്ന് ആയിരിക്കാം ചിലർ വാദിക്കുന്നത്. ഒരിക്കലും ഒരാൾ എന്നോട് അങ്ങനെ വാദിച്ചതാണ്. അപ്പൊ എന്റെ മറിയോദ്യം ഇതാണ്, അങ്ങനെ തേജസ്കരിക്കപ്പെട്ടവർക്ക്, സ്വർഗതലത്തിൽ എത്തുന്നവർക്ക് രോഗമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശാപം എന്ന് പറയുന്ന ആ സംവിധാനം ഇനി ഉണ്ടാകില്ലെന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അത് 1000 ആണ്ട് വാഴ്ചയിൽ ഉള്ള ഒരു പ്രത്യേക ടറൈനിലുള്ള ഒരു കാലമായതുകൊണ്ട് ആ കാലത്ത് അവിടെ സാത്താൻ എന്ന് പറയുന്ന ഒരുത്തൻ അവിടെയില്ല. അവനെ 1000 ആണ്ട് വാഴ്ച തീരുന്നിടം വരെ ബന്ധിച്ചിരിക്കുന്നു എന്നാണ്. മാത്രമല്ല, ശുദ്ധീകരിക്കപ്പെട്ട ഭൂമിയിലാണ് 1000 ആണ്ട് വാഴ്ച നടക്കുന്നത്. അതിന്റെ അർത്ഥത്തിൽ വേണം നമ്മൾ അവിടെ ശാപം ഇനി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നതിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ തുറന്നു പറയുന്നു, ശാപം വിമുക്തി ശുശ്രൂഷ എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകം അംഗീകരിക്കുന്ന കാര്യമല്ല. 2, ശാപമുക്തി ശുശ്രൂഷ യേശുവോ അപ്പോസ്തലന്മാരോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. 3, അപ്പോസ്തലന്മാരാരും ശാപമുക്തി ശുശ്രൂഷ നടത്തിയതായിട്ട് തെളിവില്ല. 4, അപ്പോസ്തലന്മാര് ഒരു സ്ഥലത്തും ശാപമുക്തി ശുശ്രൂഷയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. 5, അവരുടെ പിന്നാലെ വന്നവരോട്
ശാപമുക്തി ശുശ്രൂഷ ചെയ്യുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ശാപമുക്തി ശുശ്രൂഷ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് 100% എതിരാണെന്നുള്ളത് എൻ്റെ കേൾവിക്കാർ മനസ്സിലാക്കണം. ആരെങ്കിലും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വേഗം സത്യം മനസ്സിലാക്കിയതിന് രക്ഷപ്പെടുവാനും കൂടി ഓർപ്പിക്കുന്നു. സർവശക്തനായ കർത്താവ് എൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സുബോധം തന്ന് പരിപാലിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.